തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു കൊള്ളാതിരിക്കാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ അവരെ നൽകുവാൻ തക്കവണ്ണമിടയായി. അവരുടെ മനുഷ്യൻ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാതെ കർമ്മങ്ങളിൽ കൂടെ പലയിടത്തും പല ചരിത്രങ്ങൾ വായിക്കുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കഴുത്തറുത്തു കൊന്ന ഇടങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പടയിൽ കൊണ്ടുപോയി ആ കഴുത്തറുത്തു നിന്ന് മന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുപോയ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ, എന്റെ കുഞ്ഞിന്റെ രക്തമെങ്കിലും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പാപമോചനം തരണമേ എന്ന്. ഇങ്ങനെ പാപമോചനത്തിന് വേണ്ടി പലവിധ കർമ്മങ്ങളും ക്രിയകളും ചെയ്ത് നാം ചെയ്ത പാപമോചനത്തിന് വേണ്ടി അലഞ്ഞു നടക്കുമ്പോൾ യേശുക്രിസ്തു മാനവരാജികൊണ്ട് എന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപമടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പാപത്തെ ശുദ്ധീകരിക്കുവാൻ തിരുവചനം പഠിപ്പിക്കുന്നത് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഒരു പാപം ശുദ്ധീകരിക്കപ്പെട്ടവനാണ് നമുക്കറിയാം. ഏത് മതമാർഗങ്ങളിലായും ആമേസ്തോത്രം ഒരു പാപത്തെ ശുദ്ധീകരിക്കപ്പെട്ടവൻ അതിന്റെ നീതിയോടെ പ്രവർത്തിച്ചവൻ മാത്രമാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ കാലഘട്ടം നോക്കുമ്പോൾ നമുക്കറിയാം തിരുവചനം പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ആമേസ്തോത്രം വചനത്തിൽ ഒരു ഭക്തൻ എഴുതുന്നുണ്ട്. ഹല്ലേലൂയ, അന്ത്യകാലഘട്ടത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അപ്പനമ്മെ അനുസരിക്കാത്തവരും ദാർഢ്യക്കാരും ഭീഷണി പറയുന്നവരുമായി ഭോഗപ്രിയരായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് കടന്നു വരാതെ വേണം. യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപവിജോഗനായി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് വലിയൊരു സമാധാനം നിങ്ങളുടെ നൽകി നിങ്ങളുടെ തലമുറകൾക്ക് നൽകി ഈ ലോകത്തിന്റെ മായയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. അടുത്ത ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇലന്തൂർ ആമേസ്തോത്രം നരഹത്യ നടക്കുന്ന യാത്ര ഹല്ലേലൂയ വാർത്തകൾ നമുക്കറിയാം. ഒരു ദേശത്തൊരു അനർത്ഥം കടന്നു വരുമ്പോൾ ആ ദേശം കംപ്ലീറ്റ് ആയിട്ട് മാറും. നിങ്ങൾക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ ആമേസ്തോത്രം ആരും കടന്ന ഒരു സ്ഥലം പോലും വാങ്ങാത്ത അനുഭവം. എന്താ കാര്യം? ഒരു നരഹത്യ നടന്നൊരു സംഭവമാണ്. നാം ചില ദിവസങ്ങൾക്ക് മുമ്പായി കണ്ടു. സ്വന്തം കുഞ്ഞിന് വെറും 6 വയസ്സായ കുഞ്ഞിന് പിരിഞ്ഞിരുന്നിട്ട് സ്വന്തം പിതാവ് തന്നെ അവർക്ക് വീടില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സാമ്പത്തികമില്ലാത്തത് ല്ല, എന്നാൽ പാപത്തിന്റെ പ്രവൃത്തിയും ലഹരിയുടെ പ്രവൃത്തിയും എന്ത് ചെയ്തു? ആ കുഞ്ഞിന്റെ കഴുത്തിനെ മഴുകൊണ്ട് വെട്ടിക്കളയുവാനിടയായി. ഇതെവിടെ നിന്ന് വന്ന് സാത്താന്യ മണ്ഡലങ്ങൾ പൈശാചിക മണ്ഡലങ്ങൾ ദേശത്ത് വ്യാപരിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നടന്നതുകൊണ്ട് എന്റെ കുടുംബത്തിൽ വരികയില്ലെന്നല്ല, നമ്മുടെ കുടുംബത്തിലും ഇത് അടുക്കലായിരിക്കുന്നത്